എന്താ രണ്ടുപേരും തുറച്ചു നോക്കുന്നത്? പാര പണിയുമ്പോ അതാർക്കിട്ടാണെന്ന് ആദ്യം ആലോചിക്കണം. ഞങ്ങളുടെ അടുത്തൊന്നും നിന്റെയൊക്കെ ഒരു തറ വേലയും ഏൽക്കില്ല. ഇനിയെങ്കിലും മനുഷ്യരെ പോലെ ജീവിച്ചൂടെ രണ്ടെണ്ണത്തിന്? ഇവൾ ഇതും കാണിക്കും, ഇതിനപ്പുറവും കാണിക്കും. കാരണം ഇവള് പിടിവിട്ട് നിൽക്കുക. ഇതുപോലെ എന്തെങ്കിലും തറ വേലകൾ ചെയ്ത് ഇനിയുള്ള കാലം ഇവക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്റെ ചെറിയച്ഛന്റെ ഭാര്യ. ഈ തറവാടിന്റെയും എന്റെ ചെറിയച്ഛന്റെയും അന്തസ് നിങ്ങളായിട്ട് കളയരുത്. ഇവിടെ നിൽക്കായിരുന്നോ? കാത്തിരുന്ന് മുഷിഞ്ഞ് ഇറങ്ങി വന്നാണോ? വരുമെന്ന് ഉറപ്പുള്ളപ്പോ എനിക്കെന്തിനു മുഷിച്ചിൽ. പിന്നെ കാണാതായപ്പോ ഒരു വൈക്ലഭ്യം, അങ്ങനെ വന്നതാ. ഫിലോസഫി ആണോ അതോ റൊമാൻസ് ആണോ? രണ്ടുമല്ല, ഒരു സത്യം പറഞ്ഞതാ. അല്ല, നാളെ മ്യൂറൽ പെയിന്റിംഗ് കോമ്പറ്റീഷൻ അല്ലേ? അതെ, അതിന്റെ ത്രില്ലിലാ ഞാൻ. രാവിലെ പോണം. കൃത്യം 10-ന് മത്സരം ആരംഭിക്കുന്നത്. ഓ, മത്സരം നടക്കുന്ന എവിടെ? ടൗണില്, ചിത്രകലാ പീഠത്തിന്റെ ഹാളില്. ഓ, തകർപ്പ മത്സരമായിരിക്കുമല്ലോ. ദേവമ്മയും മീനാക്ഷിയും കൂടാതെ ചെമ്പകമംഗലത്ത് നിന്ന് ജീനിയസുകളായ 2 ആർട്ടിസ്റ്റുകൾ കൂടി ഉണ്ടല്ലോ. 2 സെലിബ്രിറ്റികൾ, മിസ് മാലതി ആൻഡ് മിസ് മൈഥിലി. ഇവരൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടു എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ പേരില് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നാ എന്റെ ഒരു തോന്നല്. മീനാക്ഷിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലേ അത് സത്യമായിരിക്കും. ഈ സംഗീതം, സാഹിത്യം, ചിത്രകല എന്നൊക്കെ പറയുന്നത് ജന്മനാ ബ്ലഡിലുള്ളതാ. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർക്കേ അത് കിട്ടൂ. ഈ കുഞ്ഞമ്മായിക്കും മൈഥിലിക്കും ഒക്കെ ആ കഴിവുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തൊക്കെ വളഞ്ഞ വഴികളിലൂടെ മത്സരങ്ങളിൽ കയറി പറ്റിയാലും കഴിവുണ്ടെങ്കിൽ മാത്രമേ തിളങ്ങാൻ പറ്റൂ. ദേവമ്മയ്ക്കും മീനാക്ഷിക്കും പാരമ്പര്യമായി തന്നെ ആ കഴിവുകളൊക്കെ ഉണ്ട്. നിങ്ങൾ തീർച്ചയായും വിജയിക്കും. എന്റെ എസിപിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. ഇതെന്താ മീനാക്ഷി ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ പ്രാർത്ഥന ഉണ്ടാവാതിരിക്കോ? ലൈവായി ജഡ്ജസിന് മുന്നിൽ വരച്ച് കാണിക്കണ്ടേ? വേണം. അപ്പോ ഉറപ്പായിട്ടും കുഞ്ഞമ്മായി മൈഥിലിയും പൊട്ടും. ധൈര്യമായിട്ട് നാളെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തോ. ഓൾ ദി ബെസ്റ്റ്. എന്നാ നമുക്ക് പോവാം. വാ. ഹായ്, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഓൾ കേരള രവിവർമ്മ മെമ്മോറിയൽ ചിത്രകലാ അക്കാദമി സംഘടിപ്പിച്ച മ്യൂറൽ ഫാബ്രിക് പെയിന്റിംഗ് കോമ്പറ്റീഷൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
ജില്ലാ അടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൽ നിന്ന് ഫൈനലിലേക്ക് ജയിച്ചു വന്ന 4 ടീമുകളാണ് ഇന്നിവിടെ പരസ്പരം മാറ്റുരയ്ക്കുകയും പ്രതിഭ തെളിയിക്കുകയും ചെയ്യുന്നത്. സെമി ഫൈനലും ഫൈനലും ഇവിടെ നടക്കുകയാണ്. ഈ മത്സരത്തിൽ 1ഉം 2ഉം സമ്മാനങ്ങളില്ല. ഒരേ ഒരു സമ്മാനമേ ഉള്ളൂ. 1ാം സമ്മാനം മാത്രം. ശില്പവും 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസുമാണ് 1ാം സമ്മാനം. മത്സരത്തിന്റെ നിയമാവലികളെല്ലാം പാർട്ടിസിപ്പൻസിന് നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ഇനി അത് ഒന്നുകൂടെ പരിശോധിക്കണമെങ്കിൽ ഓഫീസിൽ ചെന്ന് പരിശോധിക്കാവുന്നതാണ്. സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കും ജയിച്ചു വന്നിരിക്കുന്നത് 4 ടീമുകളാണ്. ശ്രീമതി നന്ദിനി ദേവിയും മീനാക്ഷി കാർത്തിക്കും ഒരുമിക്കുന്ന ടീം ബി, ശ്രീമതിമാർ മൈഥിലിയും മാലതിയും ചേർന്നുള്ള ടീം എ, ശ്രീമതി പുഷ്പ വിശ്വനാഥ്, ആശ മേനോൻ എന്നിവർ നയിക്കുന്ന ടീം സി, നിധി വർഗീസ്, സ്മിത അയ്യർ എന്നിവർ നയിക്കുന്ന ടീം ഡി. അവരുടെ ചായത്തില് വെള്ളം ചേർത്താലോ? ചായത്തിൽ വെള്ളം ചേർക്കുന്നതൊക്കെ കൊള്ളാം. ദേ അവളുമാരും ആ സംഘാടകരും കാണരുത്. പണി ആദ്യമേ തന്നെ കിട്ടും, നല്ല പഞ്ചാമൃതത്തില്. എനിക്കറിയില്ലേ, ഞാനത് സൂക്ഷിച്ച് ചെയ്യൂ. ദൈവമേ, പണി പാളോ? മത്സരത്തിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഇന്നിവിടെ ചീഫ് ഗസ്റ്റും ചീഫ് ജഡ്ജുമായി എത്തുന്നത് ഒരു പ്രശസ്ത അഭിനേത്രിയാണ്. അവാർഡ് ജേതാവും പ്രശസ്ത നടിയുമായ വൈഷ്ണവി. ദൈവമേ, ഇവള് പോയി ചായത്തിൽ മണ്ണെണ്ണ കലക്കുന്നത് പിടിക്കപ്പെടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നൈസായിട്ട് നോക്കാം. വൈഷ്ണവി ഈ മത്സരത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അധികം വൈകാതെ വൈഷ്ണവി ഇവിടെ എത്തും. വൈഷ്ണവിക്ക് നമ്മൾ നൽകുന്ന സ്വീകരണത്തോടെ മത്സരം ആരംഭിക്കാം. ഈ വൈഷ്ണവി മാഡത്തെ അമ്മ അറിയൂ? നീണ്ട ഇതുവരെ പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാനും ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് കാണുമല്ലോ. വൈഷ്ണവിയുടെ സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവർക്കും ഹാളിലേക്ക് കയറാവുന്നതാണ്. ദാ നമ്മുടെ വിശിഷ്ട അതിഥി വന്നെത്തിയിരിക്കുന്നു, വൈഷ്ണവി.
നമസ്കാരം മാം. താങ്ക് യു വെൽക്കം മാഡം. താങ്ക് യു. വരും. ഇത് ശ്രീമതി വൈഷ്ണവിക്ക് ചിത്രകലാ അക്കാദമിയുടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ജഡ്ജി കൂടിയായ വൈഷ്ണവിയെ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. നാം ഓരോരുത്തരും പിറവി കൊള്ളുമ്പോഴേ നമുക്ക് ദൈവം തരുന്നതാണ് സംഗീതവും സാഹിത്യവും ചിത്രരചനയും ഒക്കെ. ദൈവാധീനമുള്ള നമ്മൾ നന്മയും സ്നേഹവും കാരുണ്യവും സന്മനസ്സും ഉള്ളവരായിരിക്കണം. നമ്മൾ ക്ഷേത്രകലകൾ എന്നൊക്കെ പറയുന്ന പോലെ ആചാരാനുഷ്ഠാനങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു കലയാണ് മ്യൂറൽ ഫാബ്രിക് പെയിന്റിംഗ്. ഇത് തെക്കേ ഇന്ത്യയിൽ പ്രശസ്തമാണെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ഇതൊരു അനുഷ്ഠാന കലയായി നിലനിർത്തുന്നത് പ്രശസ്ത ചിത്രകാരി ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയാണ്. രാജലക്ഷ്മി അമ്മയ്ക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ഒരു ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ എവിടെ ചെന്നാലും അവരെക്കുറിച്ചുള്ള തള്ള മാത്രമേ കേൾക്കാനുള്ളൂ. എനിക്ക് മ്യൂറൽ പെയിന്റിങ്ങിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എന്നോടൊപ്പം ഉള്ള മറ്റു 2 ജഡ്ജസുകളും ഈ ചിത്രകലയെക്കുറിച്ച് ആധികാരികമായ അറിവുള്ളവരാണ്. അവര് 2 പേരെയും അവരവരുടെ സീറ്റുകളിലേക്ക് ക്ഷണിക്കുന്നു. ഇരിക്കും. ഈ മത്സരത്തിന്റെ സെമി ഫൈനൽ ഫൈനൽ മത്സരത്തിലേക്ക് വിജയിച്ചു വന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ വക ആശംസകൾ. ഈ 2 പേരടങ്ങുന്ന 4 ടീമുകളാണ് ഇന്നിവിടെ ഉള്ളത്. എല്ലാവർക്കും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് കയറിയിരിക്കാം. പിന്നെ അവരവരുടെ മൊബൈൽ ഫോൺ ഇവിടെ ഏൽപ്പിക്കണം. ഇരിക്കും മാം. മത്സരം ആരംഭിക്കുകയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ മത്സരങ്ങൾ അവസാനിക്കുന്നതുമാണ്. ബെൽ മുഴക്കിക്കൊണ്ട് അക്കാര്യം നിങ്ങളെ അറിയിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയോടെയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം.
Judges, please note, mural painting competition begins. അമ്മേ മോളെ മോളെ നമുക്ക് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. വരയ്ക്കും മോളെ. എന്താ മോളെ? അമ്മേ ഇതിനിടയ്ക്ക് ആരോ നമ്മളെ ചതിച്ചു. നമുക്ക് വരച്ചത് പൂർത്തിയാക്കാൻ പറ്റില്ല. എന്താ കാരണം? ഈ പെയിന്റില് ആരോ മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോ വെറും കളറുകളുള്ള വെള്ളം പോലെയായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിപ്പോ എങ്ങനെ വരയ്ക്കാൻ പറ്റും അമ്മേ? നമ്മള് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടാവും. ഇല്ല ഇല്ല, അവരെ നമ്മളെ ചതിച്ചു കളഞ്ഞല്ലോ മോളെ. അങ്ങോട്ട് നോക്ക്, രണ്ടിന്റെ നിപ്പ് കണ്ട വരയ്ക്കാൻ പറ്റില്ല. മിനറൽ വാട്ടറായിട്ട് ഞാൻ കൊണ്ടുവന്ന മണ്ണെണ്ണ പണി പറ്റിച്ചു. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 2 എണ്ണം ഔട്ട്. സൈലൻസ്. ഇതൊരു കോമ്പറ്റീഷൻ ആണ്. അതിന് വന്നവര് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. വേഗം വരയ്ക്കുക. അമ്മേ നാണം കെട്ട് ഇറങ്ങി പോണല്ലോ അമ്മേ. നീ വിഷമിക്കാതെ മോളെ. നല്ല മനസ്സുള്ളവരുടെ ഭാഗത്ത് ദൈവം കൂടെയുള്ളപ്പോ നമ്മളെന്തിനു പേടിക്കണം? ദേ ഞാനിപ്പോ വരാം. മാഡം ഒരു 2 മിനിറ്റ് എന്നെ ഒന്ന് പുറത്തേക്ക് വിടണം. പോയിട്ട് വരൂ. ഒബ്ജെക്ഷൻ ഒബ്ജെക്ഷൻ. ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്നൊക്കെ പറയാൻ ഇതെന്താ കോടതിയാണോ? കോമ്പറ്റീഷൻ നടക്കുമ്പോ ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത് നിയമവിരുദ്ധമല്ലേ? എന്ത് നിയമവിരുദ്ധം? അവർക്ക് വാഷ്റൂമിൽ പോണം. അതിനു പകരം നിങ്ങൾ പോയാൽ ശരിയാവോ? പോയിട്ട് വരൂ. ശരി. മതിയായല്ലോ, നിന്റെ വയറ് നിറഞ്ഞല്ലോ. ബാക്കി ഇവിടെ നാണെടുത്താൻ വേണ്ടി.
ഇങ്ങോട്ട് പിടിക്കുമോളെ. ഇതാണ് നാച്ചുറൽ ആയ ചായം. ഇതും വരയ്ക്ക്. ഇത് തന്നെയാണ് മ്യൂറൽ പെയിന്റിങ്ങിന് വേണ്ടത്.